എന്താണെന്ന് അറിയില്ല, കുറച്ച് ദിവസമായിട്ട് രാത്രിയൊന്നും ഉറക്കമേ വരുന്നില്ല. ഓൺലൈനിൽ നോക്കിയപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരന് ഉറക്കമില്ലാണ്ട് ഓൺലൈനിലുണ്ട്. അതുകൊണ്ട് അവനെയും വിളിച്ച് വെറുതെ ഒന്ന് കോയമ്പത്തൂർ ചായ കുടിക്കാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോവാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം ആകുമ്പോഴേക്കും ഒരു ചായക്കടയിൽ എത്തി ചായ കുടിക്കുമ്പോഴാണ് പ്ലാൻ മൊത്തം മാറിയത്. എന്തായാലും രണ്ടുപേർക്ക് ഉറക്കമില്ല. എപ്പോഴും കോയമ്പത്തൂരല്ലേ പോകണേ, നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോകാമെന്ന് പറഞ്ഞ് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അങ്ങനെ അവിടെ പോയി വണ്ടി വെച്ച് ആദ്യം ഏത് ട്രെയിൻ വരുന്നോ അവിടേക്കാണ് കയറി പോകാൻ പ്ലാൻ. നോക്കിയപ്പോൾ കറക്റ്റ് രാമേശ്വരത്തേക്ക് ഒരു ട്രെയിൻ വരുന്നുണ്ട്. ഒറ്റ മൈൻഡും പെട്ടെന്നിട്ട് പ്ലാനും ആയതുകൊണ്ട് ജനറൽ ടിക്കറ്റ് മാത്രമേ കിട്ടിയുള്ളൂ. രാമേശ്വരത്തേക്ക് പോണതുകൊണ്ട് എന്തായാലും നല്ല മീൻകറിയും ചോറും കിട്ടും ധനുഷ്കോടിയിൽ. ട്രെയിൻ വന്നത് ഞാൻ കിട്ടിയ സീറ്റിൽ മുകളിൽ കയറി കിടന്നു. പുലർച്ചെ 3 മണിയാവാറായിട്ട് എനിക്ക് ഉറക്കമില്ലാണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരൻ പാവം നല്ല ഉറക്കം. വീട്ടിലെ ബെഡിൽ സുഖമായിട്ട് കിടന്നുറങ്ങേണ്ട ആളാണ് ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നത്. രാത്രി ഉറക്കം വന്നില്ലെങ്കിലും രാവിലെ ആവാറുമ്പോഴേക്കും എനിക്ക് ഉറക്കം വന്നു തുടങ്ങി. പെട്ടെന്ന് ഒരു ആവേശത്ത് ഇറങ്ങിയത് മണ്ടത്തരം ആയോന്ന് ചെറിയൊരു തോന്നൽ. ധനുഷ്കോടിയിൽ മീൻകറി ആലോചിച്ചപ്പോൾ ആ തോന്നൽ അങ്ങ് മാറി കിട്ടി. ജനറൽ ആണെങ്കിലും വലിയ തിരക്കില്ല. അങ്ങനെ പാമ്പൻപാലം കഴിഞ്ഞ് നേരെ രാമേശ്വരത്തെത്തി. നേരെ മീൻകറിയും ചോറും കഴിച്ച് തിരിച്ചു പോകാന്ന് പറഞ്ഞ് നമ്മുടെ ഇവിടുത്തെ കൂട്ടുകാരൻ നമുക്ക് വണ്ടി സെറ്റാക്കി തന്നു. എനിക്ക് എല്ലാ സ്ഥലത്തും കൂട്ടുകാരിലുണ്ട്, എല്ലാ ഏരിയയിലും അയ്യ ഗില്ലിയാണ്. അങ്ങനെ നേരെ ധനുഷ്കോടിയിൽ പോയിട്ട് നല്ല മീൻ കടയിൽ പോയിട്ട് വലിയ വലിയ മീൻ നോക്കി പൊരിച്ചിടാൻ പറഞ്ഞു. അങ്ങനെ നല്ല വലിയ വലിയ മീനും അതുപോലെ തന്നെ എരിവുള്ള ചാറ് ഒഴിച്ച് ചോറും കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 10-12 വട്ടത്തിൽ കൂടുതൽ മീൻകറിയും ചോറും ഇവിടുത്തെ കഴിച്ചിട്ടുണ്ട്. ശേഷം അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ വേറൊരു അണ്ണന്റെ കടയിൽ പോയി. അവിടെ നിന്ന് ഒരു ചായ വാങ്ങിച്ചു കുടിച്ച് കുറച്ച് കഴിഞ്ഞ് നമ്മുടെ വേറൊരു അണ്ണന്റെ കടയിലേക്കും പോകണം. ഇവിടെയുള്ള കുറെ പേർക്ക് എന്നെ ഭയങ്കര കാര്യമാണ്. കാരണം മുമ്പ് വന്നിരിക്കുന്ന സമയത്തൊക്കെ പല രീതിയിൽ ഇവിടെ ഉള്ളവരിന് സാമ്പത്തികമായിട്ടും വല വാങ്ങേണ്ട പൈസയെ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ ഭയങ്കര കാര്യമാണ് ഇവർക്ക്. ശേഷം ഒന്ന് സൺസെറ്റ് കണ്ട് തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ പോയി വീട്ടിൽ പോകാന്ന് പറഞ്ഞ് പോവാണ്. റെയിൽവേ സ്റ്റേഷൻ പോയപ്പോഴാണ് ശരിക്കും ഞാൻ പെട്ടത്. ഇന്നിപ്പോ നാട്ടിക്ക് ട്രെയിൻ ഇല്ല, നാളെ ഉള്ളൂ, അതും ജനറൽ ടിക്കറ്റ് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ നേരെ ഒരു ജ്യൂസ് കടയിൽ പോയിട്ട് ഒരു 2 ജ്യൂസ് വാങ്ങിച്ചു കുടിച്ച് ആകെ ഒറ്റ ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ടുള്ളൂ. അത് നാറാൻ തുടങ്ങിയതുകൊണ്ട് അലക്കി ഇട്ടിട്ട് ഇപ്പൊ റൂമിൽ ഇരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയതും വന്നതല്ലേ എന്ന് പറഞ്ഞാൽ രാമേശ്വരം അമ്പലത്തിന് ഉമ്മറത്തേക്ക് പോയി ഇഡ്ഡലിയും കഴിച്ച ശേഷം വീണ്ടും ധനുഷ്കോടി പോയി മീൻകറിയും ചോറും കഴിച്ച് തിരിച്ചു പോകാൻ ടിക്കറ്റ് അടിക്കാൻ ATM പൈസ എടുക്കണം. ATM കോലം കണ്ടാ നിങ്ങള്. ശേഷം നേരെ പോയി ട്രെയിൻ ടിക്കറ്റ് എടുത്തു. ആകെ ഇവിടുന്ന് നാട്ടിൽ പോകാൻ ഒരാൾക്ക് 175 രൂപ ടിക്കറ്റ് ഉള്ളൂ. അങ്ങനെ തിരിച്ച് വീട്ടിൽ പോവാണ്. വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വിളിച്ചിട്ട് എന്താണ്ട് എനിക്ക് വല്ല പ്രാന്തുണ്ടോ എന്ന് പറഞ്ഞ് കുറെ ചീത്ത പറഞ്ഞു. അങ്ങനെ വന്നോ അങ്ങനെ തിരിച്ച് വീട്ടിൽ പോവാണ്. ട്രെയിനിൽ അടുത്തിരിക്കുന്ന ഒരു തമ്പിന് കൂട്ടുകാരനായി കിട്ടി. അവനായിട്ട് കമ്പനി ആയതുകൊണ്ട് നമുക്ക് ലാഭം മാത്രം. അവന്റെ വീട്ടുകാർ അവൻ എന്ത് തിന്നാൻ കൊടുത്താലും നമുക്കും കൂടെ തരികയാണ്. അതെന്തായാലും നന്നായി. അങ്ങനെ അവന്റെ സ്റ്റോപ്പത്തി അവൻ ഇറങ്ങുകയാണ്. ഇനി നമുക്ക് ആര് തിന്നാൻ തരും? നമ്മളോടുള്ള ഇഷ്ടം കാരണം ജനലിൽ കൂടെ വന്ന് സംസാരിച്ചിട്ടാണ് അവൻ വീട്ടിൽ പോകുന്നത്. അവൻ പോയ ശേഷം പിന്നെ കമ്പനി തരാൻ ആരും വന്നില്ല, എല്ലാവരും ഹിന്ദിക്കാരായിരുന്നു. പിന്നെ ട്രെയിനിൽ നിന്ന് ഒരു ചായയെ കുറിച്ച് പോയ റെയിൽവേ സ്റ്റേഷൻ തന്നെ തിരിച്ചു വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ വേറെ അങ്ങോട്ട് പോകില്ല എന്ന് പറഞ്ഞ് നേരെ വീട്ടിൽ പോവാണ്. അച്ഛൻ എന്നെ നല്ലോണം ചീത്ത പറഞ്ഞു. ഞാൻ രാത്രി കിടക്കും, നീ വീട്ടിലുണ്ട്, പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ രാമേശ്വരത്ത് എന്താണ്ട് അവിടെ നടക്കണമെന്ന് പറഞ്ഞ് എന്നെ ചീത്ത പറഞ്ഞു. ശേഷം വീട്ടിൽ വന്ന് ഇന്ന് നല്ല ഉറക്കം വരുന്നുണ്ട്. അതുകൊണ്ട് മിണ്ടാണ്ട് കടന്നുറങ്ങാം. ഉറക്കമില്ലാത്തതുകൊണ്ട് ഒറ്റ മൈൻഡിൽ രാമേശ്വരം വരെ എത്തി. ഇടയ്ക്ക് പ്രാന്താണ് എന്ന് തോന്നിയെങ്കിലും ഇവിടുത്തെ മീൻകറി കഴിച്ചപ്പോൾ എനിക്ക് എല്ലാം റെഡിയായി. അപ്പൊ ശരി, അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടാ. ഇനിയെങ്കിലും നേരെ ഒന്ന് കടന്നുറങ്ങട്ടെ. ലൈറ്റ് ഓഫ് ആക്കുകയാണ്. അപ്പൊ ബൈ.